ഒരു സിനിമയുടെ ഞാൻ ഒരു പരാജയപ്പെട്ട കാലഘട്ടത്തിലാണല്ലോ സിനിമയിൽ കോക്കേഴ്സിലൊക്കെ വരുന്നത്. അപ്പം പൂർണ്ണമായും നമ്മളെ വിശ്വസിച്ച് നമ്മുടെ കൂടെ നിൽക്കുന്ന ഒരു നിർമ്മാതാവായിട്ടാണ് അതൊക്കെ നിന്നിട്ടുള്ളത്. നമ്മൾ പറയുമ്പോൾ നമ്മൾ പറയേണ്ടത് ഒരു താങ്ങും തണലും എന്ന് പറയത്തില്ലേ, അതുമായിരുന്നു. ആണ് അതിലൊരു പാട്ട് ഹിറ്റാണെങ്കിൽ എല്ലാ കാലഘട്ടത്തിലും ഓർക്കും, നമ്മളത് എവിടെയെങ്കിലും കേൾക്കും അല്ലേ. ഭയങ്കര ഹിറ്റുകൾ, ഒരുപാട് പാട്ടുകൾ ഈ കമ്പനിക്കുണ്ട്. വർക്ക് ചെയ്താലും മറക്കാൻ പറ്റാത്ത സിനിമ എന്ന് പറയുന്നത് സമ്മറിൻ ബദലയാണ്. പക്ഷെ വർക്ക് ചെയ്യാൻ പറ്റിയതിൽ ഭാഗ്യമെന്ന് തോന്നുന്നത് കളിയൂഞ്ഞാലാണ്. വർക്ക് ചെയ്തതിൽ ശരിക്കും പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം അത്ഭുതമാക്കിയ സിനിമയാണ് ദേവദൂതൻ. സിനിമയ്ക്ക് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യണമെന്ന് വെച്ചിട്ട് കുറേ ഈ പറഞ്ഞ കോൺട്രിബ്യൂഷൻ പാട്ടുകളിലുണ്ടാവും, കഥയിലുണ്ടാവും, ഷൂട്ട് ചെയ്യുന്നതിലുണ്ടാവും, എല്ലാത്തിലും ഏത് സംവിധായകനായാലും ഏത് തിരക്കഥാകൃത്തായാലും അതിലെല്ലാം കൂടെ ഉണ്ടാവും. ഇപ്പോഴും കുറേ ഉണ്ട്. പക്ഷെ ഞാൻ പറയുന്നത് എല്ലാം സിനിമയ്ക്ക് വേണ്ടി മാത്രം കുറച്ചൊക്കെ അദ്ദേഹം നഷ്ടപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം നമ്മൾ ആ നഷ്ടപ്പെടുത്തിയിരിക്കുന്നത് ഞാനതിന് പോസിറ്റീവായിട്ട് തന്നെ കാണാറ്. അദ്ദേഹം വേറൊന്നിനുമല്ല, അദ്ദേഹം ഇന്നും സിനിമയിൽ തന്നെ നിൽക്കും. നമസ്കാരം, കോക്കസ് മീഡിയ എന്റർടൈൻമെന്റ്സിലേക്ക് സ്വാഗതം. കോക്കസ് ഫിലിംസ് 40 വർഷത്തോളം മലയാള സിനിമയിൽ, ലോക സിനിമയിൽ തന്നെ നിൽക്കുന്ന ഒരു ചരിത്രം തന്നെയാണ് കോക്കസ് ഫിലിംസിനെ കുറിച്ച് പറയാനുള്ളത്. തീർച്ചയായും കോക്കസ് ഫിലിംസിനെ കുറിച്ചും സിയാദ് സാറിനൊക്കെ കുറിച്ചും ഒക്കെയുള്ള പ്രൊഡ്യൂസർ രഞ്ജിത്ത് സാറിന്റെ ഒരുപാട് അനുഭവങ്ങൾ, മെമ്മറീസ് ഒക്കെയാണ് എന്ന് നമ്മളോട് ഷെയർ ചെയ്യാനായി അദ്ദേഹം നമ്മുടെ കൂടെ തന്നെയുണ്ട്. ഹായ് സർ. കോക്കസ് ഫിലിം പ്രൊഡക്ഷൻ 40-ാം വർഷത്തിലേക്ക് കടക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിരുന്ന, ഇപ്പോഴും ഭാഗം തന്നെയാണ് ഒരാളെന്ന നിലയിൽ എന്താണ് സാറിന് പറയാനുള്ളത്? കോക്കേഴ്സ് എന്ന് പറയുന്നത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഞാൻ എൻ്റെ ആദ്യത്തെ സിനിമ കൂടുന്തേടി 80s ഈ 80കളിൽ വരുന്ന ഒരു കൂടുന്തേടിയുമായിട്ടാണ് സിയാദക്കട വരവ്. നമ്മൾ അന്ന് തന്നെ ഇഷ്ടപ്പെട്ട ഒരു സിനിമയാണ്. അതിലെ പാട്ടെപ്പോഴും ഭയങ്കര ഹിറ്റാണ്. വാചാരം, നിർമ്മമനം, ആ പാട്ടുകളൊക്കെ ഇന്നും ഭയങ്കര ഹിറ്റായിട്ട് എല്ലാവരും പാടുന്നതാണ്. അപ്പോൾ അന്ന് നമ്മൾ കണ്ടിട്ടില്ലാത്തൊരു കോമ്പിനേഷനൊക്കെ ആയിട്ട് സിനിമ വന്ന് കോക്കേഴ്സിനെ നമ്മളിങ്ങനെ ശ്രദ്ധിക്കുന്നു. ഞാനൊക്കെ സിനിമയിൽ ഇങ്ങനെ എല്ലാ സിനിമകളും കാണുകയും ഇഷ്ടപ്പെടുകയും ചെയ്യുന്ന കാലഘട്ടത്തിലും പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തൊക്കെയാണ് ഈ പടങ്ങളൊക്കെ, സിനിമയൊക്കെ ഈ വരുന്നത്. അതിനുശേഷം രേവതിക്കൊരു പാവക്കുട്ടി, അങ്ങനെ കുറേ സിനിമകൾ വന്ന് പൊയ്ക്കൊണ്ടിരിക്കുന്നു. പക്ഷെ എനിക്ക് തോന്നുന്നത് സന്മനസ്സുള്ള സമാധാനവും പട്ടണപ്രവേശവും ഒക്കെ വരുമ്പോഴത്തേക്ക് കോക്കേഴ്സ് എന്നൊരു കമ്പനി ഈ ആളുടെ മനസ്സിൽ, അന്നത്തെ മലയാളികളുടെ മനസ്സിൽ ശരിക്കും ഉറപ്പിച്ച് കഴിഞ്ഞു. അപ്പോൾ ആ 90കളിലേക്ക് എത്തുന്ന സമയത്ത് മഴവിൽ കാവടിയുടെ വരുന്നതോടെ പിന്നെ അതിങ്ങനെ അങ്ങ് അടിച്ചുറപ്പിച്ചു. അപ്പോൾ ഈ ശരിക്കും സേതക്കയുടെ ആ കാലഘട്ടത്തിൽ ഉള്ള പടങ്ങളെല്ലാം ശ്രദ്ധിച്ചറിയാം. സത്യനന്ദിക്കാട് കൂട്ടുകെട്ടിലും ശ്രീനിവാസൻ അങ്ങനെ എഴുതുന്ന പടങ്ങൾ, അല്ലെങ്കിൽ രഘുനാഥ് പലേരി, അങ്ങനെ കുറേ നല്ല സിനിമകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അതിനുശേഷം പിന്നെ വന്നതാണെങ്കിലും കനൽക്കാറ്റാണ്. ഞാൻ സിനിമ വരുമ്പം എൻ്റെ സിനിമയുടെ ഷൂട്ടിൻ്റെ കൂടെ ഉണ്ടായിരുന്ന സിനിമയാണ് കനൽക്കാറ്റ്. ഉർവശി അവിടുന്ന് വന്നു പോയിക്കൊണ്ടിരുന്നൊരു ഷൂട്ടായിരുന്നു അത്. കാരണം മുഖചിത്രവും കനൽക്കാറ്റുമാണ് ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അവിടുന്ന് വരുമായിരുന്നു ഷൂട്ട് ചെയ്യാൻ. അപ്പോൾ ആലപ്പുഴയും എറണാകുളമായിരുന്നു. വളരെ പെട്ടെന്ന്, ഇന്നത്തെ പോലെ ട്രാഫിക് ജാമൊന്നുള്ള സമയമില്ല അന്ന്. അങ്ങനെ വന്ന് ഷൂട്ട് ചെയ്യുകയൊക്കെ ചെയ്ത് പോയൊരു സിനിമയാണ്. അങ്ങനെ ഞാൻ 90കളിൽ സിനിമ വരുമ്പം ഞാൻ ഈ ഭയങ്കര ഒരു നമ്മൾ അന്ന് എറണാകുളത്ത് വരുമ്പോൾ അന്ന് മൈമൂണിലിടുന്ന തിയേറ്ററുണ്ട്. അപ്പോൾ അതൊരു ഭയങ്കര അഭിമാനമായൊരു തിയേറ്ററായിരുന്നു. അപ്പോൾ ഞാൻ അവിടെ വന്ന് പല സിനിമകളും കണ്ടിട്ടുണ്ട്. അങ്ങനെ അപ്പോൾ ഈ ലുലുവിലൊക്കെ അന്ന് സിനിമകൾ കണ്ടിരുന്ന ഒരാൾ, ഞാൻ 91 സിനിമ എടുക്കുമ്പോൾ അന്നും എൻ്റെ സിനിമയും ഞാൻ മൈമൂണിൽ ആണ് അന്ന് ചെയ്ത് ഓടുന്നത്. അപ്പോൾ അവിടെ ചെല്ലുമ്പോഴൊക്കെ, അപ്പോൾ ഒരു അത്ര വലിയ പ്രായമൊന്നുമില്ലാത്ത സമയത്താണല്ലോ നമ്മൾ സിനിമ എടുക്കുന്നത്. അപ്പോൾ ഞാൻ സിയാദൊക്കെ കണ്ടൊക്കെ സംസാരിക്കുമ്പോൾ, അപ്പോൾ ആ കാലഘട്ടത്തിൽ എനിക്ക് ഓർമ്മയെന്ന് വെച്ചാൽ ഈ മുഖചിത്രം ഭയങ്കര ഹിറ്റായിട്ട് ഓടുന്നുണ്ട്, വലിയ കാര്യമായിട്ട് എന്നോട് സംസാരിക്കും. അപ്പോൾ അങ്ങനെ ഒരു ബന്ധം എന്ന് പറയുന്നത് കോക്കേഴ്സുമായിട്ട് തുടങ്ങുന്നത് ഞാൻ അവിടെ നിന്നാണ്. ഞാൻ സിയാദൊക്കെ കാണുന്നു, പരിചയപ്പെടുന്നു, സിനിമ ഓടിക്കുന്നു ഒക്കെ ആയിട്ടുള്ള അവിടെ നിന്ന് വന്നു. പിന്നെ അടുത്ത സിനിമ വന്നപ്പോഴും അവിടെ തന്നെയായിരുന്നു. അപ്പോൾ ഈ മൈമൂണിലൊരു എറണാകുളത്ത് നമ്മുടെ ഒരു ഭാഗമായി മാറി. അതിൻ്റെ അടുത്ത സിനിമ വന്നപ്പോഴും ഞാൻ അവിടെ തന്നെയായിരുന്നു. ഞാൻ അന്ന് ഡിസ്ട്രിബ്യൂഷൻ കമ്പനിയൊക്കെ ഉള്ള സമയത്ത് തുടങ്ങുമ്പോഴും അത് തന്നെയായിരുന്നു.
പിന്നെ നമ്മൾ കാണുന്നത് ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സിനിമകളൊക്കെ എൻ്റെ സിനിമകളൊക്കെ ആ സമയത്ത് ഞാൻ നേരെ പറഞ്ഞിരുന്നത് പരാജയപ്പെട്ട സിനിമകളുണ്ടല്ലോ. പരാജയം എത്തിക്കഴിയുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം അപ്പോഴും അതുപോലെ തന്നെ പെരുമാറുന്ന ആളുകൾ വളരെ കുറവാണ്. അപ്പോൾ ആ സമയത്താണ് ഈ പറഞ്ഞ പോലെ ഞാൻ കൂടുതൽ അടുക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരടുപ്പ് ഇങ്ങനെ നിലകൊണ്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നതിനിടയിലാണ് പിന്നീട് ഞാൻ സിയാദക്കയുടെ സിനിമകൾ ചെയ്യുന്ന അവസ്ഥയിലേക്ക് എത്തി. അത് ഫസ്റ്റ് ഫിലിം കളിയൂഞ്ഞാലായിരുന്നു. അപ്പോൾ ഈ കളിയൂഞ്ഞാലിൽ തുടങ്ങിയ ആ ഒരു റിലേഷൻ 90കൾ തുടങ്ങി എന്നെ ജീവിതത്തിൽ 35 വർഷമായി. സിയാദക്ക 40 കൊല്ലമായി. ഞാൻ സിനിമയിൽ വന്നിട്ട് 35 വർഷമാണ്. ഞാൻ 90കളിലാണ് സിനിമ വന്നത്. പക്ഷേ ഈ 35 കൊല്ലമായിട്ടും ഒരു എന്ന് ആദ്യം പരിചയപ്പെട്ടോ അതുപോലെ ആ ബന്ധം തുടരുന്ന ഒരു കമ്പനിയാണ് കോക്കേഴ്സ്. എന്നുവെച്ചാൽ സിയാദക്കയോടുള്ള ഒരു അടുപ്പം മാത്രമല്ല, ആ കുടുംബവുമായി ഭയങ്കര അടുപ്പമാണ്. അപ്പോൾ എല്ലാവരെയും എനിക്ക് അതിനകത്ത് വെച്ചാൽ എല്ലാവരും കൊച്ചു കുട്ടികളായിരിക്കുമ്പോൾ തൊട്ട് എല്ലാവരുമായിട്ട് അടുപ്പമുള്ളതുകൊണ്ട് എല്ലാവരും അങ്കിളെന്ന് വിളിക്കുന്ന മക്കളായാലും ചേച്ചിയാണേലും ചേച്ചിയൊക്കെ ഭയങ്കര ഒരു ആധികാരികമായിട്ട് എന്നോട് സംസാരിക്കുന്നത്. എന്ന് വെച്ചാൽ അത്ര അടുപ്പമാണ് അതൊന്നും. അപ്പോൾ അങ്ങനെ നമുക്കൊരു ജീവിതത്തിലൊരു ഭാഗം എന്ന് പറയുന്നത് ഇപ്പോഴും ആ ഒരു കോക്കേഴ്സ് കമ്പനി എൻ്റെ കമ്പനി എന്ന് പറയുന്ന ചില ഉണ്ടാവില്ലേ, നമുക്ക് അങ്ങനെ തോന്നുന്ന ചില കമ്പനികളില്ലേ, അതുപോലെ എൻ്റെ കമ്പനി എന്ന് തോന്നുന്ന ഒരു കമ്പനിയാണ് കോക്കേഴ്സ്. കോക്കേഴ്സിൻ്റെ കൂടെ ചെയ്തത് 5 സിനിമകളാണ്. കളിയൂഞ്ഞാൽ, സത്യശിവസുന്ദരം, ഒരു മറവത്തൂർ കനവ്, സമരൻ ബത്ലഹേം, ദേവദൂതൻ. അപ്പോൾ എങ്ങനെയായിരുന്നു മൊത്തത്തിലുള്ളൊരു എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ? ഇപ്പോൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, എന്നാലും ഓരോ സിനിമകളുടെ എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ എങ്ങനെയായിരുന്നു കോക്കേഴ്സിൻ്റെയും സിയാദ് സാറിൻ്റെയും? അതെന്താ വെച്ചാൽ നമുക്കങ്ങനെ എക്സ്പീരിയൻസിനേക്കാൾ ഉപരി ബന്ധങ്ങളാണല്ലോ. കാരണം വെച്ചാൽ എനിക്ക് എങ്ങനെ തീർന്നിട്ടുള്ളത് ഇന്ന് ഈ നമ്മൾ ഇപ്പോൾ മനസ്സിലാക്കേണ്ട പുതിയ തലമുറ അറിയേണ്ടത് വെച്ചാൽ ഈ എറണാകുളം കച്ചേരിപ്പടിയിൽ നിന്ന് അങ്ങോട്ട് തിരിഞ്ഞാൽ കുറച്ചങ്ങോട്ട് കഴിയുമ്പോഴത്തേക്ക് ഉടനെ സിയാദക്കയുടെ വീട്, അടുത്ത് മൈമൂണിലൊരു തിയേറ്റർ, അത് കഴിഞ്ഞ് സിയാദക്കയുടെ ഓഫീസ്. അപ്പോൾ ഒരു ഏരിയ മുഴുവൻ ഇത് കവർ ചെയ്യാതെ പോകാൻ പറ്റില്ല. ഇതെല്ലാം സ്വന്തം ബിൽഡിങ്ങുകളും സ്വന്തം സ്ഥലങ്ങളുമാണ്. അപ്പോൾ അങ്ങനെ ഒരു വലിയൊരു ഒരു ചരിത്രമുണ്ട്. കാരണം ആ വീടും അതൊക്കെ എനിക്ക് ഇപ്പോഴും നല്ല ഓർമ്മയാണ്. ആ വീട്ടിൽ ഭക്ഷണം കഴിച്ചിട്ടുള്ളതൊക്കെ ഒരുപാട് ഓർമ്മയുണ്ട്. അതുപോലെ വീട് എൻ്റെ പിന്നീട് സിയാദക്ക വെച്ച വീടായാലും അവിടെ പോയപ്പോഴും ഒക്കെ എല്ലാം നമ്മുടെ ഉള്ളിലുള്ളത് കൊണ്ടും പിന്നെ അന്ന് അപ്പം ഞാൻ എറണാകുളത്ത് ഈ ഇന്നത്തെ കാലത്ത് ആലോചിക്കണം, എനിക്ക് തോന്നുന്നത് എത്രയോ ഏക്കർ സ്ഥലമാണ് ഈ ടൗണിൻ്റെ നടുക്കുണ്ടായിരുന്നത്. അത് ഇപ്പോഴും കുറേ ഉണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞത് എല്ലാം സിനിമയ്ക്ക് വേണ്ടി മാത്രം കുറച്ചൊക്കെ അദ്ദേഹം നഷ്ടപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആ നഷ്ടപ്പെടുത്തിയിരിക്കുന്നത് ഞാനതിന് പോസിറ്റീവായിട്ട് തന്നെ കാണാറ്. അദ്ദേഹം വേറൊന്നിനുമല്ല, അദ്ദേഹം ഇന്നും സിനിമയിൽ തന്നെയാണ് നിൽക്കുന്നത്. ആ സിനിമയ്ക്ക് വേണ്ടി തന്നെയാണ് ഈ നമ്മുടെ ഇത്രയും എന്തൊക്കെ ചെയ്താലും അതിനു വേണ്ടി തന്നെ എനിക്ക് തോന്നുന്നു സിയാദക്കയുടെ അവസാനം വരെ സിയാദക്ക സിനിമയിൽ പോകുന്നത് എനിക്ക് വിശ്വാസമില്ല. കാരണം അതങ്ങനെ ഒരു ജീവനശ്വാസമൊക്കെ ആയിട്ട് അങ്ങനെ കിടക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അസോസിയേഷനായാലും ഇല്ലാത്ത കാര്യങ്ങളായാലും എന്തെങ്കിലും ഒരു ആവശ്യം വന്നാലും എറണാകുളത്തൊരു ആവശ്യം വന്നാലും അത് ഞാൻ മാത്രമല്ല കേട്ടോ, എല്ലാവരും വിളിക്കുന്ന ഒരാളാണ് സിയാദക്ക. അപ്പോൾ അങ്ങനെ അതിനകത്ത് തന്നെ ഒരു സ്നേഹം കടുപ്പുണ്ട് സിയാദക്ക എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ അങ്ങനെ ഞാൻ ഇപ്പോൾ ഇത് പറയുമ്പോൾ എന്ന് വെച്ചാൽ ഇതിനകത്ത് ഈ വളർന്നു വരുന്നവരെ അല്ലെങ്കിൽ ചെറിയ ഇതിൽ വരുന്നവരെ പോലും പ്രോത്സാഹിപ്പിച്ച് കൊണ്ടുവന്നൊരു കാര്യമുണ്ട്. അത് കൂടുതൽ അനുഭവിച്ചിട്ടുള്ളതാണ് ഞാൻ. അപ്പോൾ അതുകൊണ്ട് ഞാൻ എക്സ്പീരിയൻസിനേക്കാൾ ഉപരി എൻ്റെ സ്വന്തം എന്ന് പറയുന്നതാണ് എനിക്ക് ഇഷ്ടം. കാരണം അങ്ങനെ വേണം ആദ്യം ഒരു തോന്നിയിട്ടുള്ളത്. അതുകൊണ്ടാണ് അങ്ങനെ തന്നെ പറയുന്നത്. അത്രയൊരു സ്നേഹവും പിന്നെ 100% ഉണ്ട്. കാരണം പിന്നെ നമ്മൾ ആലോചിക്കണം, ഞാൻ പലപ്പോഴും സിയാദക്കയോട് തന്നെ പറഞ്ഞിട്ടുണ്ട്, ഈ സിയാദക്കയുടെ കയ്യിൽ സിയാദക്ക ചെയ്തിട്ടുള്ള സിനിമകളുടെ പേരുകൾ, സിയാദക്ക ചെയ്തിട്ടുള്ള സിനിമയുടെ പാട്ടുകൾ, സിയാദക്ക ചെയ്ത സിനിമയുടെ കഥ, ഇതൊന്നും മലയാള സിനിമയുടെ ചരിത്രം പറയുന്നിടത്ത് പറയാതിരിക്കാൻ പറ്റുമോ? എത്ര വർഷം കഴിഞ്ഞാലും ഇതിപ്പം നമ്മൾ അതിൻ്റെ വാല്യൂ തിരിച്ചറിയുന്നില്ല പുതിയ തലമുറ. അത് ബാക്കിലേക്കൊന്ന് ചരിത്രം അന്വേഷിക്കുന്നത് നോക്കിയാൽ അറിയാം എത്ര കാര്യങ്ങൾ ഈ സിനിമകളിലുണ്ട്. അത് മുഴുവൻ ചെയ്ത ഒരാളല്ലേ, അങ്ങനൊരു കമ്പനിയല്ലേ. അപ്പോൾ അതൊരു പ്രൗഡായിട്ട് നമ്മൾ കാണണം.
ഓക്കെ, ഇപ്പോൾ സിയാദ് സാറിൻ്റെ ബിഗ് ബഡ്ജറ്റ് ആയിട്ടുള്ള സിനിമകളിലൊക്കെ പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് സാറായിരുന്നു. അപ്പോൾ എങ്ങനെയൊക്കെയായിരുന്നു അതിന് സിയാദ് സാറിൻ്റെ ഭാഗത്തു നിന്നുള്ള സപ്പോർട്ട്, അതിൻ്റെ ബാക്കി കൺട്രോളിങ്ങും ഒക്കെ എങ്ങനെയായിരുന്നു? ആ ഒരു ബിഗ് ബഡ്ജറ്റ് എന്ന് പറയുമ്പോൾ തന്നെ അങ്ങനെ ഒരു കാര്യം നോക്കൂല. കാരണം വെച്ചാൽ ഈ ഒരു സിനിമ വരുമ്പോൾ എന്ത് ബഡ്ജറ്റ് തീരുമെന്ന് മാത്രം അറിയണം, അല്ലാതെ ഒരു കാര്യം അങ്ങനെയല്ല. അതെന്ന് വെച്ചാൽ മൊത്തം കഥയിലാണ്. മറ്റേ അത് നമ്മളിങ്ങനെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ഷൂട്ട് ചെയ്താലോ എന്ന് വെച്ചാൽ അത് ചെയ്യാൻ പറ്റത്തില്ല. നമ്മളത് അവിടെ അത് എന്താ വെച്ചാൽ ആരെങ്കിലും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ഷൂട്ട് ചെയ്യാന്ന് വെച്ചാൽ പോലും സമ്മതിക്കില്ല. കാരണം വെച്ചാൽ അത് അങ്ങനെയല്ല, നമുക്ക് ഇങ്ങനെ ഇരിക്കണം, നമ്മുടെ പടത്തിൽ അങ്ങനെ വേണം ഇങ്ങനെ വേണമെന്ന് വെച്ചാൽ സിനിമയ്ക്ക് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യണമെന്ന് വെച്ചിട്ട് കുറേ ഈ പറഞ്ഞ കോൺട്രിബ്യൂഷനും പാട്ടുകളിലുണ്ടാവും, കഥയിലുണ്ടാവും, ഷൂട്ട് ചെയ്യുന്നതിലുണ്ടാവും, എല്ലാത്തിലും ഏത് സംവിധായകനായാലും ഏത് തിരക്കഥാകൃത്തായാലും അതിലെല്ലാം കൂടെ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ടാണ് സിനിമകളിലൊക്കെ അത്തരം ഒരു നല്ല സിനിമകൾ ഇവിടെ മലയാളത്തിൽ സംഭവിച്ചത്. അതെ അതെ അതെ. അപ്പോൾ ഈ കാസ്റ്റിങ്ങിലൊക്കെ സിയാദ് സാറിൻ്റെ ഇടപെടലൊക്കെ എങ്ങനെയായിരുന്നു? അയ്യോ അതിന് എല്ലാത്തിലും ഞാൻ പറഞ്ഞില്ലേ, മികച്ച നിർമ്മാതാവായി എന്തുകൊണ്ട് പേര് കേട്ടു എന്ന് പറയുന്നത്. പരാജയപ്പെട്ട സിനിമകൾ അദ്ദേഹത്തിനുണ്ട്, പക്ഷെ ആ പരാജയപ്പെട്ട സിനിമകൾ പോലും തിരിച്ച് രണ്ടാമത് വിജയ ചിത്രങ്ങളായിട്ട് മാറി. അപ്പോൾ എല്ലാ സമയത്തും എല്ലാ സിനിമയുടെ ബാക്കിലൊരു ഒരു 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 നട്ടല്ലെന്ന് പറയുന്ന ഒരാൾ എന്തായാലും വേണം. അത് ഒരു നട്ടലിലൂടെ നിന്ന ഒരാളാണ് സിയാദ് കോക്കർ എന്ന് പറയുന്ന ആൾ. ഓക്കെ, ഇപ്പോൾ സിയാദ് സാറിൻ്റെ ഫാമിലിയായിട്ടൊക്കെ നല്ല ബന്ധമായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എങ്ങനെയായിരുന്നു നിങ്ങളുടെ രണ്ടുപേരുടെയും ഫാമിലി വൈസ് ഉള്ളപ്പം നല്ല മെമ്മറീസ് ഒക്കെ എങ്ങനെയാണ്? അതിപ്പോൾ പറയാതിരിക്കാൻ പറ്റത്തില്ല. കാരണം വെച്ചാൽ നമുക്കിപ്പം ഞാനും സിയാദൊക്കെയും ഭയങ്കരമായിട്ട് സംസാരിക്കുമ്പം ഒരേ പാരലായിട്ട് ജിപ്പിയും സോണി ചേച്ചിയും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കും. അപ്പം ഞങ്ങൾ രണ്ടുപേരും പറയും, അപ്പുറത്തുനിന്ന് ഫോണിൽ ഞാൻ പറയും സിയാദൊക്കെ സോണി ചേച്ചി അപ്പോൾ സംസാരിച്ചുകൊണ്ടത് എനിക്കും കേൾക്കോളൂ. കാരണം അപ്പം നമ്മൾ പറയും ഒരേ കാര്യങ്ങൾ പാരലായിട്ട് സംസാരിക്കുകയാണ്. അങ്ങനെ വെച്ചാൽ ഞാൻ പറഞ്ഞ എല്ലാ ഫാമിലി ആയിട്ടുള്ള റിലേഷൻസും അല്ലെങ്കിൽ ബാക്കിയുള്ളതൊക്കെ ആയിട്ടൊക്കെ പറഞ്ഞാലും നമ്മൾ ഒരു 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 എനിക്ക് അങ്ങനെ ഒരു കുടുംബമായിട്ട് ഞങ്ങളിപ്പോൾ ഒരു ബോംബെയിൽ ഞങ്ങളൊരു കല്യാണത്തിൽ സുരേഷ് കുമാറിൻ്റെ മുളക് പോകുമ്പോൾ അവിടെയൊക്കെ ഭയങ്കര രസമായിരുന്നു. കാരണം വെച്ചാൽ നമുക്കത് അതൊരു ഒരു 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 ബന്ധങ്ങൾ എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് നമ്മളൊക്കെ കൊണ്ടുപോകുന്നുണ്ട്. അത് ഒരിക്കലും അത് നമ്മളുള്ളത്തോളം കാലം ഉണ്ടാവും. അദ്ദേഹമായിട്ടുള്ളൊരു സ്പെഷ്യൽ മൊമെന്റ് ഏതാണ്? അങ്ങനെ ഞാനൊരു ചോദ്യം വലിയ പഠിപ്പിക്കുന്നത്, കാരണം ഒരുപാട് ഇഷ്ടമുള്ള കാര്യങ്ങളാണ് നമ്മുടെ കൂടെ. ഞങ്ങൾ തമ്മിൽ അങ്ങനെ അഭിപ്രായ വ്യത്യാസങ്ങളൊന്നും ഇന്നുവരെ ഉണ്ടായിട്ടില്ല. അതുകൊണ്ടെല്ലാം ഇഷ്ടമുള്ള കാര്യങ്ങളുണ്ട്. എനിക്കങ്ങനെ ഒരു പ്രത്യേകിച്ച് അത് എടുത്തെടുത്ത് പറയാൻ പറ്റുന്നില്ല. ഒരുപാട് കാര്യങ്ങൾ നല്ല കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പിന്നെ ജീവിതത്തിലെ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ച കാലഘട്ടത്തിൽ ഈ ഒരു നമ്മൾ പറയുമ്പോൾ നമ്മൾ പറയുന്നത് ഒരു താങ്ങും തണലും എന്ന് പറയത്തില്ലേ, അതുമായിരുന്നു. ആണ് കോക്കസിലൂടെ സാറിൻ്റെ കരിയറിലുണ്ടായ മാറ്റങ്ങളെ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? അത് ഒരു സിനിമയുടെ ഞാൻ ഒരു പരാജയപ്പെട്ട കാലഘട്ടത്തിലാണല്ലോ സിനിമയിൽ കോക്കേഴ്സിലൊക്കെ വരുന്നത്. അപ്പം ആ സമയത്ത് അങ്ങനെ ഒരു കാഴ്ചപ്പാടിലല്ലാതെ നമുക്ക് ഈ പൂർണ്ണമായും നമ്മളെ വിശ്വസിച്ച് നമ്മുടെ കൂടെ നിൽക്കുന്ന ഒരു നിർമ്മാതാവായിട്ടാണ് അതൊക്കെ നിന്നിട്ടുള്ളത്. അത് നമുക്കൊരു വലിയൊരു ഊർജം നൽകും ഒരു സിനിമ എന്ന് പറയുന്നത്. പിന്നെ കഥ എന്ന് പറയുന്നത്, ഞാനൊരു കഥ പറയുന്നതോ അല്ലെങ്കിൽ കഥ പറയുമ്പോഴോ അത് ഭയങ്കരമായിട്ട് വിശ്വസിക്കുന്ന ഒരാളാണ്. അങ്ങനെ അപ്പോൾ അതുപോലെ തന്നെ തിരിച്ച് തയ്യാറാക്കി നന്നായിട്ട് കഥ പറയും. അപ്പോൾ അങ്ങനെ പറയും. അപ്പോൾ അങ്ങനെ പറയുന്ന ഒരാളായിരുന്നുകൊണ്ടും നമ്മളാ പല കാര്യങ്ങളും നമ്മൾ അത്ര എക്സ്പീരിയൻസ് എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഒരു സിനിമയിൽ നിൽക്കുന്ന ഒരാൾക്ക് ഗുണം കിട്ടുമല്ലോ. അപ്പോൾ എനിക്കൊരു പൂർണ്ണ പിന്തുണ നൽകി അല്ലെങ്കിൽ അങ്ങനത്തെ സിനിമകൾ എടുക്കാൻ കൂടെ നിന്ന ഒരാളാണ്. അപ്പം അതുകൊണ്ട് എൻ്റെ തിരിച്ചുള്ള സിനിമ വരവിലും അത് കുറച്ച് നമ്മളെ സംബന്ധിച്ചിടത്തോളം അത്തരം അനുഭവങ്ങൾ ഗുണം ചെയ്തിട്ടുണ്ട്. നല്ല സിനിമകൾ ഉണ്ടാക്കാൻ നമുക്ക് സംഭവിച്ചിട്ടുണ്ട്, കാര്യങ്ങൾ അങ്ങനെ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അതാണ് സത്യം. കോക്കസിൻ്റെ കൂടെ 5 സിനിമകളാണ് ചെയ്തത്. അതിൽ സാറിന് ഏറ്റവും പ്രിയപ്പെട്ടതായിട്ട് തോന്നിയ ഒരു സിനിമ ഏതാണ്? അതെപ്പോഴും നമ്മളെ സംബന്ധിച്ചോളം വർക്ക് ചെയ്തതിലും മറക്കാൻ പറ്റാത്ത സിനിമ എന്ന് പറയുന്നത് സമ്മറിൻ ബദ്രയാണ്. പക്ഷേ വർക്ക് ചെയ്യാൻ പറ്റിയതിൽ ഭാഗ്യമെന്ന് തോന്നുന്നത് കളിയൂഞ്ഞാലാണ്. വർക്ക് ചെയ്തതിൽ ശരിക്കും പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം അത്ഭുതമാക്കിയ സിനിമയാണ് ദേവദൂതൻ, വർഷങ്ങൾക്ക് ശേഷമുള്ള റിലീസ്. പിന്നെ സത്യവിശ്വസുന്ദരമാണ്. സത്യവിശ്വസുന്ദരം അത് റാഫി മെക്കാർട്ടിനുമായിട്ടുള്ള ഒരു അടുപ്പവും കാര്യങ്ങളൊക്കെ അതങ്ങനെ തന്നെ നമ്മൾ കൊണ്ടുപോയി
പിന്നീട് റാഫി എഴുതിയ ഒരു സിനിമ എൻ്റെ ഏറ്റവും ജീവിതത്തിലെ ഹിറ്റായി മാറുകയും ചെയ്തിട്ടുണ്ട്, 2 Countries. അപ്പോൾ എല്ലാ സിനിമകളും ഇതുമായിട്ട് ബന്ധമുണ്ട്. അപ്പോൾ അതുകൊണ്ട് എല്ലാം ഇല്ല എല്ലാം നല്ലതായിരുന്നു എന്ന് മാത്രമാണ് എൻ്റെ അഭിപ്രായം. കാരണം ഒന്നും മോശമായിരുന്നില്ല. കോക്കേഴ്സ് എന്ന് പറഞ്ഞ കമ്പനിയിലെ വരവും കോക്കേഴ്സിൻ്റെ കൂടെ വന്നതും പിന്നീടുള്ള ജീവിതവും എല്ലാം നമുക്ക് ഒരുമിച്ച് തന്നെ ഉള്ള ഒരു കാര്യം തന്നെയാണ്. ഇപ്പോൾ സോങ്സ് എടുക്കുകയാണെങ്കിൽ പ്രിയപ്പെട്ട സോങ്സ് അങ്ങനെ ഏതെങ്കിലും ഉണ്ടോ? ലൈക്ക് എപ്പോഴും നമ്മുടെ ഹൃദയത്തോട് ചേർത്ത് വെക്കാൻ പറ്റുന്ന, എപ്പോഴും നമ്മൾ മൂളിക്കൊണ്ടിരിക്കുന്ന അങ്ങനെ ഏതെങ്കിലും? ശരിക്കും അത് വാക്കിംഗ് ഇൻ ദ മൂൺലൈറ്റ് എന്ന് പറയുന്ന സോങ് ചെയ്യുമ്പോൾ അത് ഇന്നും ഹിറ്റാണല്ലോ. അപ്പോൾ ആ സോങ് എടുക്കുമ്പം അന്ന് അതിൻ്റെ റിലീസുമായി ബന്ധപ്പെട്ട റാഫിയും ഒക്കെ ഭയങ്കര ബിസി ആയിരുന്നതുകൊണ്ട് ശരിക്കും അന്ന് രവിവർമ്മൻ ക്യാമറമാനും അടയർ പ്രേമനും ഞാനും ഡാൻസ് മാസ്റ്ററും മാത്രമായിട്ടാണ് അതിൻ്റെ സോങ് എടുക്കാൻ പോകുന്നത്. പക്ഷെ അത് റാഫിയോടെ പറഞ്ഞിട്ടാണ് കേട്ടോ. അപ്പോൾ ശരിക്കും ആ സോങ് ഷൂട്ട് ചെയ്ത് എഡിറ്റ് ചെയ്ത് നമ്മൾ അങ്ങനത്തെ സോങ് ആക്കി സിയാദൊക്കെ കാണിച്ചപ്പോൾ സിയാദൊക്കെ ഒരു സന്തോഷം ഉണ്ടായിരുന്നു. ഇപ്പോഴത് ഭയങ്കര ഹിറ്റാണ്, ഭയങ്കര ടെക്നിക്ക് ആണ്. അപ്പോൾ അത് നമ്മുടെ ആ സോങ് ഞാൻ അതുകൊണ്ട് ഒരു കാലഘട്ടത്തിൽ എനിക്കത് മറക്കാൻ പറ്റും. പക്ഷേ എനിക്ക് കോക്കേഴ്സിൻ്റെ സോങ്ങുകളൊക്കെ ഒരുപാട് സോങ്ങുകൾ നല്ലതുണ്ട്. ഇത് നമ്മൾ അതിനകത്ത് ഇത്തരം ടെക്നിക്കൽ കാര്യങ്ങളോട് ചെയ്യാൻ സാധിച്ചതിനുള്ള ഒരു കാര്യം അത് പ്രത്യേകം നമ്മുടെ മനസ്സിലുണ്ടാവുമല്ലോ. അതുകൊണ്ട് പ്രിയപ്പെട്ട സോങ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് പറയും. പക്ഷേ പ്രിയപ്പെട്ടതായ നല്ല ഒരുപാട് സോങ്ങുകൾ ഇതിനകത്തുണ്ട്. എനിക്ക് സമ്മതം ബദ്രേമയിലെ തന്നെ പാട്ടുകളെല്ലാം എനിക്കിഷ്ടമാണ്. കളിയുഞ്ഞാലിലെ വർണ്ണ വൃന്ദാവനം എന്ന് പറയുന്ന പാട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ മറ്റേ നമ്മുടെ മറവത്തുർക്കനിലെ പാട്ടായാലും സുന്ദരി ഇഷ്ടമാണ്. സത്യശുന്ദരത്തിലെ പാട്ട് നല്ലതാണ്. അപ്പം എല്ലാ പാട്ടുകളൊന്നും മോശമായിട്ടൊരു പാഠം പുള്ളിക്കില്ല. അപ്പം ബാക്കിലേക്ക് മഴവിൽക്കാവടിയാന്ന് നോക്കിയോ അല്ലേ, ഭയങ്കര ഹിറ്റുകൾ ഒരുപാട് പാട്ടുകൾ ഈ കമ്പനിക്കുണ്ട്. അപ്പം അതുകൊണ്ട് അത് പാട്ടിനെ കുറിച്ച് ചോദിച്ചാൽ പാട്ട് ഇങ്ങനെയൊക്കെ എല്ലാ സിനിമകളും നല്ല പാട്ട് കിട്ടണമെങ്കിൽ ഇതെന്താ പ്രശ്നം വെച്ചാൽ സിനിമകൾ ചിലപ്പം പലതും പരാജയപ്പെട്ടാലും അതിലൊരു പാട്ട് ഹിറ്റാണെങ്കിൽ എല്ലാ കാലഘട്ടത്തിലും ഓർക്കും, നമ്മളത് എവിടെയെങ്കിലും കേൾക്കും അല്ലേ. അപ്പോൾ അത് അത്തരം കാര്യങ്ങൾ ഭയങ്കര ഒരു ഭാഗ്യം ചെയ്ത ഒരാളാണ് സേവജ. നല്ല സോങ്സ് ഉണ്ട്, നല്ല പാട്ട് എല്ലാ സിനിമയിലും നല്ല സോങ്സ് തന്നെയാണ്. തീർച്ചയായും. അപ്പോൾ എന്തായാലും കാലങ്ങളായിട്ട് അന്നും ഇന്നും നിലനിൽക്കുന്ന ഒരു ബന്ധമാണ് കോക്കേഴ്സുമായിട്ടും സിയാദ് സാറുമായിട്ടും ഒക്കെ ഉള്ളത്. അപ്പൊ ഇനിയും അങ്ങോട്ട് ഈ ബന്ധം അങ്ങനെ തന്നെ അത്രയും ഇനി ഒരിക്കലത് പോവില്ല, അതങ്ങനെ അവിടെ കിടക്കും. അതെ, നമ്മൾ പ്രത്യേകിച്ച് അങ്ങനെ പറയേണ്ട ആവശ്യമൊന്നുമില്ല. ഞാനത് പറഞ്ഞത് നമ്മളുള്ളിടത്തോളം കാലം, ജീവനുള്ളിടത്തോളം കാലം ഈ ബന്ധം തുടരും. തുടരട്ടെ. എല്ലാവിധ സന്തോഷങ്ങളോടും കൂടി അതങ്ങനെ തന്നെ തുടരട്ടെ. താങ്ക് യു സോ മച്ച്.